ഹായ് കൂട്ടുകാരെ, ഇന്നൊരു വീക്കെൻഡ് വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരാഴ്ച എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. കാരണം യൂഷ്വലി നമ്മളുടെ സ്കൂളിൽ ആഴ്ചയിൽ 5 ദിവസം വർക്കിങ്ങും 2 ദിവസം അവധിയുമാണ്. ഫ്രൈഡേ സാറ്റർഡേ നമുക്ക് അവധിയാണ്. പക്ഷേ ഇന്ന് സാറ്റർഡേ ആണ്, ഇന്ന് നമ്മൾക്ക് വർക്കിംഗ് ആയിരുന്നു. കാരണം ഇന്ന് നമ്മുടെ PTM ആയിരുന്നു സ്കൂളിൽ. സോ ഇന്നു മുതൽ ഇനി വരാൻ പോകുന്ന ബാക്കി 5 ദിവസം, അപ്പോൾ ടോട്ടൽ ഒരു 6 ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. എന്തായാലും ആ ഒരു സങ്കടമൊക്കെ മാറ്റി നമ്മൾ ഇനി വരുന്ന 5 ദിവസത്തേക്കുള്ള എനർജി ഒന്ന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട്, യൂഷ്വലി നമ്മൾ പോകാറുള്ളതാണ്, എല്ലാ ആഴ്ചയിലും നമ്മൾ പുറത്തൊക്കെ പോകും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ കുവൈറ്റിൽ തന്നെ മംഗഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. വളരെ ഒരു ചെറിയ റെസ്റ്റോറൻ്റാണ്, പക്ഷേ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ പോയേക്കാണ് കേട്ടോ രാത്രിയിൽ. എന്തായാലും നമ്മളവിടെ എത്തി. നമ്മൾ വന്നിരിക്കുന്നത് മംഗഫിലെ ഗ്രാൻഡ് ഉദയം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയാണ് ഇവിടെ വരാറുള്ളത്. ഇപ്പോൾ വരുമ്പോഴും പ്രത്യേകിച്ച് ഈ വീക്കെൻഡ്സിലൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇന്നും അതുപോലെ തന്നെ നല്ല തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല, പുറത്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ. അപ്പോൾ ആ സമയത്ത് ആ റെസ്റ്റോറൻറ്റിലെ ആൾ വന്നിട്ട് ഓർഡറൊക്കെ എടുത്തിട്ട് പോയി നമ്മളുടെ അടുത്ത് നിന്ന്. അപ്പോൾ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുമ്പം അവിടെ ഒരു ടേബിൾ കാലിയായി. അപ്പം ഞാനും നമ്മുടെ കുട്ടീസും കൂടെ അവിടെ സ്ഥലം പിടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകതകൾ കണ്ടോ? അവിടുത്തെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, വെള്ളം എടുത്ത് വെക്കുന്ന ജാറുകളെല്ലാം നല്ല ചെമ്പിൽ തീർത്ത പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കിയുള്ളവർക്കും സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കളികളും ചിരികളും തമാശകളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയത്തൊരു വീഡിയോ കണ്ടു. എൻ്റെ ഒരു ഫ്രണ്ട് മൂന്നാർ പോയിരിക്കുകയാണ് മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ സ്കൈ സ്വിങ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ആ വേർഡ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്ന സാറേനെയാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. സ്കൈ സ്വിങ്, സ്കൈ സ്വിങ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പാകത്തിലുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. ഇന്ന് ഓർഡർ എടുത്ത സമയത്ത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റം അപ്പയും അമ്മ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ, മുരിങ്ങയില സൂപ്പ്. അപ്പോൾ ഈ മുരിങ്ങയിലയുടെ ഒരു സ്ട്രോങ് ടേസ്റ്റ് അതിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനും റിൻഡും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ഇവരിത് ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടപ്പം ഞങ്ങൾക്കും ഒരു ആഗ്രഹം തോന്നി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ നല്ലതായിരുന്നു. ആൻഡ് ഓൾസോ മുരിങ്ങയില ആയതുകൊണ്ടിട്ട് ഹെൽത്തിയുമാണ്. അപ്പോൾ അങ്ങനെ സൂപ്പിലാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴേക്ക് ചായയുടെ പാലെത്തി. ചായയുടെ എവിടെ പോയാലും ഒരു ഗ്ലാസ് പാൽ നിർബന്ധമാണ്. അത് ഞങ്ങളെല്ലാവരും കോഫി ലവേഴ്സാണ്, പക്ഷേ ചായ മാത്രം ഒരു കോഫി ലവർ അല്ല. പുള്ളിക്കാരിക്ക് പാലാണ് നിർബന്ധമായിട്ടും വേണ്ടത്. തൊട്ട് പിന്നാലെ നമ്മുടെ ഫിൽറ്റർ കോഫി എത്തി. തമിഴ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരാല്ലേ ഫിൽറ്റർ കോഫി കുടിക്കാതെ പോകുന്നത്? ഞങ്ങളെല്ലാവരും ഭയങ്കര കോഫി ലവേഴ്സാണ്. ഏറ്റവും മെയിൻ ആളാണ് സാറയ്ക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും കൊടുക്കാറില്ല കോഫി. ഇതുപോലെ ഏതെങ്കിലും തമിഴ് റെസ്റ്റോറൻറ്റിൽ, ഉദയം, ഉടുപ്പി ഇവിടെയൊക്കെ പോകുമ്പോൾ മാത്രം നമ്മൾ ഓരോ കോഫി എപ്പോഴും കൊടുക്കും എന്നല്ലാതെ സ്ഥിരം കൊടുക്കാറില്ല കേട്ടോ. പുറകെ നമ്മൾ ഓർഡർ ചെയ്ത ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത് പനീർ 65ഉം ചില്ലി പനീറും ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് പനീർ ഐറ്റംസൊക്കെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് അവരുടെ ഫേവറേറ്റ് തൊപ്പി ദോശയാണ്. തൊപ്പിയുടെ ഷേപ്പിലിരിക്കുന്നതുകൊണ്ട് അവർ തന്നെ ഇട്ട പേരാണ് കേട്ടോ തൊപ്പി ദോശ എന്ന്. അത് ആക്ച്വലി ഗീ റോസ്റ്റാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് കുട്ടി തൊപ്പി പോലെ ഉണ്ടാക്കി വെക്കുന്നതിനാണ് അവർ തൊപ്പി ദോശ എന്ന് പറയുന്നത്. പിന്നെ റിൻഡുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാമ്പാർ വട. പിന്നെ എനിക്കും അമ്മയ്ക്കും ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊടി ദോശയാണ് കേട്ടോ. സെറ്റ് ദോശയിൽ നന്നായിട്ട് ഗീയൊക്കെ ഒഴിച്ച്
പൊടിയൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു സംഭവം. നല്ല ടേസ്റ്റിയാണത്. അപ്പം അതുപോലെ തന്നെ നോർമലായിട്ടുള്ള സെറ്റ് ദോശയും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. എന്തായാലും നമ്മൾ വയറും മനസ്സും നിറയുന്നിടം വരെ ഭക്ഷണമൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. ഏറ്റവും ആദ്യം ഫുഡ് വന്നത് നമ്മുടെ മക്കൾസിനാണ്. എത്ര നേരത്തെ വന്നാലും ശരി, ഏറ്റവും അവസാനം കഴിച്ചു തീരുന്നതും അവർ തന്നെയായിരിക്കും. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ് ആണ് ഈ കാണുന്ന സംഭവം. ഇടയ്ക്കൊക്കെ ഇതുപോലെ പുറത്ത് പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ നമുക്കൊരു എക്സ്ട്രാ ഹാപ്പിനെസ് ആണല്ലേ തരുന്നത്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.